വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കോഴിപ്പള്ളി മുതൽ മാതിരപ്പള്ളി പള്ളിപ്പടി വരെയുള്ള റോഡ് ശോചനീയാവസ്ഥയിൽ. നാളുകളായി തകർന്നു കിടക്കുന്ന ഈ റോഡ് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ഒപ്പുശേഖരണവും പ്രതിഷേധ ധർണയും നടത്തി. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ കോഴിപ്പള്ളി മുതൽ മാതിരപ്പള്ളി പള്ളിപ്പടി വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും ധർണയും നടത്തിയത്. 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് തകർന്നു കിടന്നിട്ട് നാളുകളേറെയായി. കോതമംഗലം, വാഴക്കുളം, കൊച്ചി, മധുര ദേശീയപാത എന്നീ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് അനേകം വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും നാട്ടുകാർക്കും ഏറെ ഉപകാരപ്പെടുന്നതാണ്. റോഡിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിനെതിരെ യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ഒപ്പുശേഖരിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് പാർട്ടി പ്രവർത്തകർ. നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുഴിയടക്കൽ പരിപാടി സംഘടിപ്പിച്ചത് ഈ റോഡിന്റെ ശോച്യാവസ്ഥ ജനങ്ങളെ അറിയിക്കുന്നതിനും അതോടൊപ്പം അധികാരികളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനു കൂടി വേണ്ടിയിട്ടുള്ള ആ സമരപരിപാടി ഇവിടെ നടത്തിയത്. കോഴിപ്പള്ളി പാലത്തിന് സമീപം ചേർന്ന യോഗം ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറി പിയേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ജോയി കാട്ടുചിറയുടെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗം എൽദോ പീറ്റർ, നിയോജകമണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ, വൈസ് പ്രസിഡന്റ് നൌഷാദ് കോണിക്കൽ, KS ഗോപിനാഥ്, ഷാജു KP, ബാബു പീച്ചാട്ട്, ഷാജൻ കറുകടം, രവി ഇഞ്ചൂർ, ചെറിയാൻ, ശാന്തമ ജോർജ്, കുഞ്ഞുതൊമ്മൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.